to class number MM45 of Mathematical Methods in Physics, number 1, MSc Physics. Today's topic is Gaussian distribution and binomial distribution. So when we study binomial distribution, we have to understand what is Gaussian distribution or normal distribution. Gaussian distribution is also known as normal distribution. So initially we understand what is called the Gaussian distribution or normal distribution. So we can say normal distribution. Normal distribution, also called Gaussian distribution, is the most important continuous probability distribution in statistics. സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർവാണ് ഡിസ്ട്രിബ്യൂഷൻ കർവാണ് ഈ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് മെനി നാച്ചുറൽ ഫിനോമിന, അനേക നാച്ചുറൽ ഫിനോമിനയാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഹൈറ്റ്സ്, വെയ്റ്റ്സ്, എക്സാം സ്കോർസ്, മെഷർമെൻറ്റ് ഓഫ് എറേഴ്സ്, എറർ കണ്ടുപിടിക്കാനും എക്സാമിനേഷൻ്റെ സ്കോറുകൾ കണ്ടുപിടിക്കാനും ഒക്കെ. ഒരു ക്ലാസ്സിൽ 10-30 കുട്ടികളുണ്ടെങ്കിൽ ഒരു മാക്സിമം റേഞ്ചിൽ വരുന്ന കുട്ടികൾ, ഒരു ആവറേജ് റേഞ്ചിൽ വരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ബെൽ ഷേപ്പ്ഡ്, അതിൽ കർവ് ഒരു ബെൽ ഷേപ്പ്ഡാണ്, ഒരു മണി കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയാണ്. ബെൽ ഷേപ്പ്ഡ്, സിമെട്രിക് ആൻഡ് ക്യാരക്ടറിസ്ഡ് ബൈ മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പോൾ അതിനകത്ത് ഈ എക്സ്പെക്റ്റഡ് വാല്യൂ വരും, മീൻ വരും, അതിനെ മ്യൂ എന്ന് ഇവിടെ പറയും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും വരും ഈ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ. ഇതാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു മോസ്റ്റ് കോമൺ കർവാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. മോസ്റ്റ് കോമൺ കർവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ കർവ് എന്ന് വരയ്ക്കണം. ഒരു ബെല്ല് പോലെ, ഒരു പള്ളി മണി കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ എക്സ് ആക്സിൽ എടുക്കും, മറ്റൊരു വേരിയബിൾ വൈ ആക്സിൽ എടുക്കും. അപ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാണെങ്കിൽ വൈ ആക്സിൽ അവരെ മാർക്കായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു 6 കുട്ടികളുടെ സ്കോർ പറയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രോബിലിറ്റിയാണ് ഇവിടെ പറയുന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എക്സ് ആക്സും വൈ ആക്സും ക്വാണ്ടിറ്റി എന്താണെന്ന് എഴുതണമെന്നില്ല, അത് ദാറ്റ് ഇസ് നോട്ട് വെരി ക്ലിയർ ഹിയർ. അപ്പോൾ 2 ക്വാണ്ടിറ്റി എന്ന് പറയാൻ മതി. അപ്പോൾ സാധാരണ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, അവരുടെ മാർക്ക് സ്കോർ വൈ ആക്സിലും കുട്ടികളുടെ എണ്ണം എക്സ് ആക്സിൽ കൊടുക്കാം. അങ്ങനെ ഏതെല്ലാം കുട്ടികൾക്കാണ് ഒരു ആവറേജ് മാർക്ക് വരുന്നത് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. അവിടെ നമ്മൾ എക്സ് ആക്സിൽ സ്കോറാണ് കൊടുക്കുന്നത്, വൈ ആക്സിൽ എന്താണെന്ന് നോക്കി. വൈ ആക്സിൽ പ്രോബിലിറ്റി ഡെൻസിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക. അതിലൊരു സെൻട്രൽ ലിമിറ്റുണ്ട്. സെൻട്രൽ ലിമിറ്റ് കാണിക്കുന്നതാണ് ഒരു 2 വലയും കിട്ടുന്നുണ്ട് ഇവിടെ. അത് നമ്മൾ സെൻട്രൽ ലിമിറ്റ് തീറാം പുറകെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഈ കർവ് മാത്രം ഒന്ന് വരച്ച് പഠിച്ചാൽ മതി. നമ്മൾ എഴുതുമ്പോൾ, എക്സാമിനേഷൻ എഴുതുമ്പോൾ അതിനൊരു ലുക്ക് കിട്ടാൻ വേണ്ടി കർവ് ആവശ്യമാണ്. ഇപ്പോൾ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫുള്ളത് ഒരു അട്രാക്ഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇവിടെയുള്ള ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് PDF ഫോർ എ റാൻഡം വേരിയബിൾ എക്സ് ഫോളോയിങ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സിന് ഈ കാണുന്നതാണ് ഈ ഗോഷ്യൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഒന്ന് നോക്കി ഇടണം കേട്ടോ. Fx is equal to 1 by sigma. Sigma അറിയാമല്ലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 1 by sigma root 2 pi e raised to എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം മൈനസ് എക്സ് മൈനസ് മീ ദ ഹോൾ സ്ക്വയർ ബൈ 2 sigma square e raised to minus x minus mu in a bracket square by 2 sigma square where x is in between minus infinity and plus infinity, and this is the Gaussian distribution function. The symbols are explained below. സിമ്പിളൊക്കെ പറയുന്നുണ്ട്. മ്യൂ ഈസ് ദ മീൻ, സെൻറ്ററാണ്, സെൻറ്ററിനെ ആവറേജ് മീൻ വാല്യൂ കാണിക്കുന്നതാണ്. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്പ്രെഡാണ്. sigma square variance. What are the important properties of normal distribution?
സിമെട്രി, ആ കർവ് ഒരു സിമെട്രി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ദ കർവ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് എക്സസ് മ്യൂ. അപ്പോൾ ആ മീൻ വാല്യൂ വരുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു സിമെട്രി കാണിക്കും. ഇപ്പോൾ നടുക്കാണ് മീൻ വാല്യൂ എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. മീൻ ഈസ് ഈക്വൽ മീഡിയൻ മൈനസ് mean is equal median is equal to mode in this case. All three measures of central tendency are the same. അപ്പോൾ ഒരു ഗോഷൻ ഡിസ്ട്രിബ്യൂഷനിൽ ഈ 3 വാല്യൂ സെയിം ആയിരിക്കും. സ്പ്രെഡ് കൺട്രോൾഡ് ബൈ സിഗ്മ. ലാർജ് സിഗ്മ മീൻസ് വൈഡർ കർവ്. ടോട്ടൽ ഏരിയ അണ്ടർ കർവ്, ദാറ്റ് ഇസ് ദ പ്രോബിലിറ്റി is equal to 1. Then comes tails. എക്സ്റ്റെൻഡ് ഇൻഫിനിറ്റിൽ, ഇത് നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയി. എക്സ്റ്റെൻഡ് ഇൻഫിനിറ്റിൽ ഇൻ ബോത്ത് ഡയറക്ഷൻസ്, ബട്ട് പ്രോബിലിറ്റീസ് ഇൻ ദി ടൈൽസ് ഗെറ്റ് വെരി സ്മോൾ. അറ്റങ്ങളിൽ പ്രോബിലിറ്റി വളരെ കുറവാണ്, നടുക്കാണ് പ്രോബിലിറ്റി മാക്സിമം. ആൻഡ് ഇൻ ദി എക്സ്പ്രഷൻ മ്യൂ ഈസ് ദി മീൻ, ദാറ്റ് ഇസ് എ റിപ്പീറ്റേഷൻ. ഇനി സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല. ഇസഡ് ഈസ് ഈക്വൽ ടു lambda minus mu by, not lambda x. Z is x minus mu by sigma. This converts any normal variable x to the standard normal z. Applications of normal distribution curve. Quality control and manufacturing. ടെസ്റ്റ് സ്കോർ അനാലിസിസ്, നമ്മുടെ എക്സാമിനേഷൻ, ക്ലാസ് എക്സാമിനേഷൻ സ്കോറിൻ്റെ അനാലിസിസ്. എറർ എലിമിനേഷൻ ഇൻ മെഷർമെൻറ്റ്. ഫിനാൻഷ്യൽ മോഡലിംഗ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആൻഡ് കോൺഫിഡൻസ് ഇൻ്റർവെൽസ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഈ പോപ്പുലേഷൻ ചാർട്ടൊക്കെ പഠിക്കുമ്പോൾ വരുന്നതാണ്, ഹിസ്റ്റോഗ്രാമൊക്കെ പഠിക്കുമ്പോൾ വരും. പിന്നെ ഗ്രാഫ്. ബെൽ ഷേപ്പ്ഡ് കർവ്, ഹൈ സെറ്റ് എക്സസിക്കൽ മ്യൂ. സിമെട്രിക് അബൌട്ട് മീൻ. ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ മോഡൽ. റിയൽ ഡേറ്റ മേ only be approximately normal. Most of these statistical methods assume normality. The central limit theorem, CLT, അത് പ്രത്യേകം നമ്മുടെ ക്ലാസ്സാണ്, central limit theorem. The central limit theorem, CLT, explains why normal distribution appears often. Sums or averages of many independent random variables tend to follow normal distribution. The central limit theorem explains why normal distribution appears often. Sums or averages of many independent random variables. Random variablesൻ്റെ sums averages ഇത് represent ചെയ്യും. Tend to follow a normal distribution. Now comes the next distribution that is specially mentioned in your syllabus. Normal distribution is not mentioned in the syllabus, but to study this binomial distribution, we must have some idea about the normal distribution. That is why the normal distribution, Gaussian distribution, is taken. Gaussian distribution as such, it is very important, and that is applied in binomial distribution. Binomial distribution is a special topic in your syllabus. Binomial distribution. Introduction. The binomial distribution describes the probability of getting a fixed number of successes in a fixed number of independent trials when each trial has only 2 outcomes. ഒരു ട്രയലിന് 2 റിസൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. സക്സസ് എസ് വിത്ത് പ്രോബിലിറ്റി പി, ഫെയിലുവർ എഫ് വിത്ത് പ്രോബിലിറ്റി ക്യൂ, ദാറ്റ് ഈസ് 1 മൈനസ് പി. 1 മൈനസ് പി എന്ന് നടക്കട്ടെ, 1 മൈനസ് പി. 1 minus p. It is one of the most common discrete probability distribution. That you understand, this binomial distribution is one of the most common discrete probability distributions. അപ്പോൾ ഇതാണ് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ചാർട്ട്. ഏകദേശം ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബൈനോമിയൽ ആകുമ്പോൾ
കുറേ ഹിസ്റ്റോഗ്രാം പോലെയുള്ള ബ്ലൂ ആയിട്ടുള്ള ലൈൻസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അല്ല ബാർ കാണിച്ചിട്ടുണ്ട്. അതിനെ കവർ ചെയ്തുള്ള ഒരു സ്മൂത്ത് കർവാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആ ചുവപ്പ് നിറത്തിലുള്ള കർവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിനകത്ത് ബ്ലൂ ബാർ കാണിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ബ്ലൂ ആയിട്ടുള്ള ബാറുകൾ കാണിക്കുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദി റെഡ് ലൈൻ കാണിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരേ ഗ്രാഫിനകത്ത് വരയ്ക്കാവുന്നതാണ്. Red line is Gaussian distribution and the blue bars is equal to binomial distribution. And here in the bottom we have written observations, and in the y-axis we have written probability. This title, observation title and probability, that you can write in the previous graph also. ഇൻ ദി കോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ രണ്ട് ഗ്രാഫും ഇവിടെ ഒരുമിച്ച് വരച്ചിരിക്കുന്ന നോക്കൂ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബാർ ഡയഗ്രാം പോലെ നീല നിറത്തിൽ അകത്ത് വരച്ചിരിക്കുന്നതാണ്. പുറമെ റെഡ് ലൈനായിട്ട് കാണുന്നതാണ് ബെൽ ഷേപ്പ്ഡ് കർവാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടീഷൻസ് ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ഫോളോ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിക്കുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെല്ലാം കണ്ടീഷൻ നോക്കൂ. യു സീ ദ കണ്ടീഷൻസ് ദാറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ഫോളോ. നമ്പർ ഓഫ് ട്രയൽസ് ഈസ് ഫിക്സഡ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ദ നമ്പർ ഓഫ് ട്രയൽസ് വി റൈറ്റ് ആസ് ഇൻ ദാറ്റ് മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. ഈച്ച് ട്രയൽ ഹാസ് ഓൺലി 2 ഔട്ട്കംസ്. ഒരു ട്രയലിന് 2 റിസൾട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയില്യൂർ, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0. പ്രോബിലിറ്റി ഓഫ് സക്സസ് പി ഇസ് എ സെയിം ഫോർ ഈച്ച് ട്രയൽ. സക്സസിന് പ്രോബിലിറ്റി ഓരോ ട്രയലിലും സെയിം ആണ്. ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ട്രയൽസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഈസ് റിസൾട്ട് ഓഫ് 1 ട്രയൽ ഡസ് നോട്ട് അഫക്റ്റ് അതേഴ്സ്. അപ്പോൾ ഒരു ട്രയലിൽ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ പാസ് എന്നാണെങ്കിൽ അടുത്തതിൽ ഫെയിൽ എന്നാണോ നിർബന്ധമൊന്നുമില്ല. ഇൻഡിപെൻഡൻ്റ് ആണ്. റാൻഡം വേരിയബിൾ ഡെഫിനിഷൻ. ഇപ്പോൾ ഇവിടെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ റാൻഡം വേരിയബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കുക. ലെറ്റ് എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്യാപിറ്റൽ എക്സ്, നമ്പർ ഓഫ് സക്സസസ് ഇൻ n trials. Then x can be take value 0, 1, 2, 3, etc. n. The probability mass function PMF is P is equal to x is equal to small p. X is equal to small p is equal to NCP, the combination, permutation combination. That is NCR. NCR, you know, NCR, that we write in this manner. NR or NCR, P raised to R, Q raised to n minus 1. That is the probability. Probability mass function PMF is written in this manner. That is the combination NCR into P raised to R, Q raised to n minus 1. So what is NCR? NCR, the meaning of NCR you look here, that you know. When we study permutation combination, this NCR is coming number of times. NCR we can write in this manner, and that is equal to n factorial by p factorial NCR ആണ്. n factorial by r factorial into n minus r factorial. n minus r factorial ഉണ്ട്. n minus ഒരു r ചേർക്കണ്ട. n minus r factorial is the binomial coefficient. r number of successes, ആ മോളിൽ n minus r ചേർക്കണം. n minus r പുറത്ത് ഫാക്ടോറിയൽ ഉണ്ട്. n minus r ബ്രാക്കറ്റിൽ പുറത്ത് ഫാക്ടോറിയൽ. ആ number of successes, p probability of success in a trial, q equal to 1 minus p probability of failure. അപ്പോൾ q ആ എക്സ്പ്രഷൻ അത് വരുന്നില്ല. Here we can see what are mean and variance. Mean and variance. Mean mu is equal to ex is equal to np.
Then sigma square is equal to npq, and sigma is the root of npq. Properties of binomial distribution. The distribution is symmetric when p is equals 0.5. Skewness is a term in distribution curves. Positively skewed if p less than 0.5. Negatively skewed if p greater than 0.5. As n becomes larger and p is not too close to 0 or 1, the binomial distribution approaches the normal distribution. That you look. As n becomes larger and p is not too close, n വളരെ വലുതും p ഈ 0ക്ക് 1നോടും ക്ലോസ് അല്ലെങ്കിൽ the binomial distribution approaches the normal distribution. An example problem is done here. A coin is tossed 5 times. Find the probability of getting exactly 3 heads. ഒരു നാണയം 5 പ്രാവശ്യം എറിയുകയാണ്. അതിൽ ഈ 3 ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഹിയർ n is equal to 5, p is equal to 0.5, സക്സസ് ഹെഡ് വീഴാനുള്ള സാധ്യത നമുക്കറിയാലോ 0.5 ആണ്. p is 0.5. Q is 0.5. Since P is 0.5, Q is also 0.5. 1 minus P. R is 3. The R എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഹെഡ്സ്. ഔട്ട്കം 3 ഹെഡ്സ് കിട്ടാനുള്ള ഔട്ട്കം. അപ്പോൾ അതാണ് R. R is 3. Then Px is equal to 3 is equal to Px is equal to 3 equal to 5c3. 5c3 into 0.5 cubed into 0.5 square. 0.5 cubed into 0.5 square is 0.5 raised to 5. That works out to be 0.303125. Are you here? This NC3 is 5 factorial by 3 factorial 2 factorial. 3 factorial 2 factorial. That is n 5c3 ആണ്. അപ്പോൾ 5 into 4 into 5c3 is 5c2 ആണ്. അറിയാമല്ലോ 5c3 is 5 into 2. That is 5 into 4 by 1 into 2. 1 into 2. That is 20 by 2. That is 10. ആ 5c3 കാണുന്ന അറിയാമല്ലോ. 5c3 എന്ന് പറഞ്ഞാൽ അത് ആ 3ക്ക് വരെ 2 ഇതാണ് ശരിയാണ്. കാരണം 5c3 ഈസ് 5c2 ആണ്. അതിനകത്ത് 3 കുറച്ചാലും മതി. 5c2 എന്ന് പറഞ്ഞാൽ 5 into 4 by 1 into 2. അപ്പോൾ അത് 10 എന്ന് വരും. പിന്നെ 0.5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 0.03125. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.3125. ദെർഫോർ ദി പ്രോബിലിറ്റി ഈസ് 31.25. അപ്പോൾ 5 പ്രാവശ്യം ടോസ് ചെയ്താൽ 3 പ്രാവശ്യം ഹെഡ് വീഴാനുള്ള സാധ്യത 31.25% ആണ്. നമ്മൾ പ്രോബിലിറ്റി നമ്മൾ പെർസെൻറ്റേജ് ആക്കുകയാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ് binomial distribution. Quality control, defective or non-defective products. Number 2, in medical trials, success or failure of a treatment, sports win or lose outcomes, coin tossing, dice throwing problems. അതിലൊക്കെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. Explain normal distribution. Draw the bell-shaped curve of Gaussian distribution, that is binomial distribution. Define probability distribution function. Number 4, what are the applications of Gaussian distribution?
Next question, briefly explain binomial distribution. What are the properties of binomial distribution give its applications? ആ ഒരു പ്രോബ്ലം പഠിക്കുക. That is all with your class number 45. We continue our topic. Thank you very much.